കായനാത്തും ഇവിടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടാന്ന് കരുതുന്നു. അപ്പൊ ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് പുതിയ കളക്ഷൻസ് ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ എല്ലാവരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതണം. ഒരുപാട് ദിവസമായി ഞാൻ ഇൻസ്റ്റഗ്രാമില് കുറച്ചും കൂടി ആക്റ്റീവ് ആണ്, പക്ഷെ യൂട്യൂബിലേക്ക് കുറച്ച് ദിവസമായിട്ട് മുടക്കങ്ങളായിരുന്നു. മാനേജ് ചെയ്ത് വരാൻ ഒരു പുതിയ സംഭവമല്ലേ, അപ്പോൾ അതിനേക്കും ഉള്ള ആ ഒരു ടൈമൊക്കെ മാനേജ് ചെയ്ത് വരാൻ എടുക്കുന്ന കുറച്ച് ടൈം പീരീഡ് ആണത്. അപ്പോൾ റെഗുലർ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് മാക്സിമം. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവരുടെ അടുത്തൊരു വലിയൊരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം എൻ്റെ ഒരുപാട് കസ്റ്റമേഴ്സ് ആണെങ്കിലും എന്നോട് ഇങ്ങോട്ട് ചോദിച്ച കുറെ കാര്യങ്ങൾക്ക് ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് പറയുന്നേക്കാൾ മുന്നേ ഞാൻ കുറച്ച് എന്താ പറയുക, കായനാത്തിനെ പറ്റി അല്ലെങ്കിൽ എന്നെയും കായനാത്തിനെയും പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് അപ്പ് ഞാൻ ഒന്നുകൂടെ തരാണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഒരു ബേസിക് ഐഡിയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കായനാത്ത് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ എന്ന പേരിലാണ് ഞാൻ ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്. ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 1 year more ആയിട്ടുണ്ട്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 year more ആയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ജൂൺ 22 ഇത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അന്ന് ഈ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഞാനിതൊരു മൾട്ടി ബ്രാൻഡ് സ്റ്റോർ എന്ന സ്കീമിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഞാൻ കൊണ്ടുവന്നത് അന്നേരം ആ സമയത്ത് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ട്രെൻഡിങ് കോൺസെപ്റ്റ് ആയിരുന്നു. നമ്മൾ എന്താ പറയാ, ഒരു സ്പേസ് റെന്റ് ഔട്ട് ചെയ്യുന്നു, ഓൾറെഡി ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡുകളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു, അവർക്ക് നമ്മൾ സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ആൻഡ് ആ ഒരു ഇതിന് നമ്മളൊരു സർവീസ് ചാർജ് വാങ്ങുന്നു. അങ്ങനെയാണ് മൾട്ടി ബ്രാൻഡിന്റെ കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ കായനാത്ത് തുടങ്ങുന്നത് ആ ഒരു കോൺസെപ്റ്റിലായിരുന്നു. അത് തുടങ്ങാൻ വിചാരിച്ചത് അതിന്റെ പിറ്റേ കൊല്ലം തൊട്ടിട്ടാണ്, പക്ഷെ ഞാൻ എല്ലാം ആയി വന്നപ്പോൾ കൂടിയും എനിക്ക് അത്യാവശ്യം ടൈം എടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കായനാത്ത് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ എന്ന് കഴിഞ്ഞ കൊല്ലം ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്നേരം എൻ്റെ കൂടെ നിയർലി 20 ബ്രാൻഡ്സോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ആരും തന്നെ ഇല്ല എന്നല്ല, അത്യാവശ്യം കുറച്ച് പേര് ഇപ്പോഴും കൂടെ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഇതിപ്പോ കായനാത്ത് മാത്രമായി മാറിയത്, എങ്ങനെയാണ് ഇപ്പോ എന്താ പറയാ ഒരു പ്ലസ് സൈസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് ആയത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇനി പറയാൻ പോണത്. അപ്പോ മൾട്ടി ബ്രാൻഡ് ആയിരുന്നപ്പോ തന്നെ ഈ ഒരു ഫീൽഡിലേക്ക്, ഈ ഒരു ബിസിനസ് ഫീൽഡിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങിയൊരു വ്യക്തിയാണ് ഞാൻ. പേഴ്സണലി ഒരു 26 year old ആളാണ്. അപ്പോ അതിൻ്റെതായ എന്താ പറയാ, നമുക്ക് എക്സ്പീരിയൻസ് കുറവും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുള്ളൂ ഞാൻ. കാരണം എനിക്കിതിനു മുന്നേ ഒരു ബിസിനസ് ചെയ്ത പരിചയമോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ എനിക്കൊന്നുമില്ല. ഞാൻ ഒരു ഫ്രഷ് സ്റ്റാർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എന്നേലും മുതിർന്നിട്ടായിട്ടുള്ള ഇക്കാമാരൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ ഈ ഒരു ജേർണിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നേലും വിവരവും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് അവരെ കുറെ ഹെൽപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോ ആ ഒരു എന്താ പറയാ, എങ്ങനെയാണ് ഒരു കച്ചവടം നടത്തിക്കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആദ്യത്തേനേലും എത്രയോ ബെറ്റർ ആയിട്ടുണ്ട് ഞാൻ. അതിപ്പോ എൻ്റെ ഒരു മുഖം, സമാധാനകരമായിട്ടുള്ള മുഖം കാണുമ്പോ തന്നെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോ എന്താ പറയുന്നത്, അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങള്. അപ്പം തുടങ്ങിയ സമയത്ത് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. ബ്രാൻഡുകളുടെ കാര്യങ്ങൾ എങ്ങനെ കറക്റ്റായിട്ട് നോക്കണം എന്ന് അറിയില്ലായിരുന്നു. അവർക്ക് കൊടുക്കേണ്ട സെറ്റിൽമെന്റ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോപ്പർ അപ്ഡേഷൻസ് വേണ്ടത്, എന്താണ് ഈ ഒരു ലൊക്കേഷനിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ലാക്ക് ചെയ്തിരുന്നു. എന്താ ചെയ്യണം എന്ന് എനിക്കറിയില്ല. സെയില്, ടു ബി ഓണസ്റ്റ്, ഞാനിവിടെ ഒരു എന്താ പറയാ ഫ്രാങ്കും അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്. ദിവസങ്ങളിൽ 0 sales വരെ ഉണ്ടായ സമയങ്ങൾ കായനാത്തിന് ഉണ്ടായിട്ടുണ്ട്. വെൻ ഇറ്റ് വാസ് എ മൾട്ടി ബ്രാൻഡ് സ്റ്റോർ 0 sales ഉണ്ടായ സമയങ്ങളുണ്ട്. വെറുതെ ഇവിടെ ഇരിക്കും, ആകെ വൈകുന്നേരത്തെ ചായ വാങ്ങുന്ന ചെലവ് മാത്രം എഴുതി വെച്ചിട്ടുണ്ടാവും. അത് മാത്രമാണ് ഷോപ്പിൽ ഉണ്ടായത്. അന്നേരം എനിക്ക് സ്റ്റാഫ് ആണെങ്കിൽ 3 സ്റ്റാഫും ഉണ്ട്, സെയിലും ഇല്ല, ഇത് എക്സ്പെൻസ് മാത്രം ഉണ്ടാവും. അപ്പോ ലൊക്കേഷൻ വരുന്നതാണെങ്കിലും കടലാസ് കഫേ, അതായത് കോഴിക്കോട് സൗത്ത് ബീച്ച് മെയിൻ റോഡിൽ തന്നെയാണ് ഷോപ്പും വരുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് റെന്റ് ഒക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തോരം എക്സ്പെൻസീവ് ആയിരിക്കും ഈ ഏരിയയിലൊക്കെ ഉള്ളത്. അപ്പോ അതിൻ്റെതായ നല്ലോണം ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കി എടുത്തതാണ് ഈ ഷോപ്പ്. ഞാൻ ഇതുവരെ ഷോപ്പിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടില്ല, അത് ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്.
അപ്പോ ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. പണ്ടത്തെ ഒരു ഗോഡൌൺ പോലെ കിടന്നിരുന്ന ഈ ഒരു ബിൽഡിംഗ് ഒരു റീറ്റെയിൽ സ്റ്റോറിന് പറ്റിയ രീതിയിൽ ആക്കിയെടുത്ത് മാറ്റിയതാണ്. അപ്പോ കുറെ എഫേർട്ടും കുറെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇറക്കിയത്. അത് കുറെ എന്റെ പാരന്റ്സിന്റെ ഹെൽപ്പ് കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം ഞാന് കോളേജ് കഴിഞ്ഞ്, ഞാനൊരു ബികോം ഗ്രാജുവേറ്റ് ആണ്. കോളേജ് കഴിഞ്ഞ ഉടനെ ചെറുതായിട്ട് കുറച്ച് നാള് എൻ്റെ ഒരു റിലേറ്റീവിന്റെ കൂടെ തന്നെ അവര് പ്രൊഡക്ഷൻ യൂണിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നതും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഓവറായിട്ടില്ല. നേരെ ഡയറക്റ്റ് ബിസിനസ്സിലേക്ക് വന്നൊരു ആളാണ് ഞാൻ. അപ്പോ വളരെ എന്താ പറയാ, വളരെ ഒരു മോശമായ രീതിയിൽ കൂടി ആയിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ബ്രാൻഡുകൾക്ക് എല്ലാവർക്കും എന്താ പറയാ, അവര് സ്പെൻഡ് ചെയ്തതിന് അവർക്ക് റിട്ടേൺസ് കിട്ടാത്ത അവസ്ഥയായി തുടങ്ങി. ഞാൻ അവരോട് ആൻസറബിൾ ആയി തുടങ്ങി, അക്കൗണ്ടബിൾ ആയി തുടങ്ങി. അങ്ങനെ പ്രായത്തിലേറെ ടെൻഷനും കാര്യങ്ങളും ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നിരുന്നത്. അങ്ങനെ പതിയെ പതിയെ ബ്രാൻഡുകൾ ഒഴിവാകാൻ തുടങ്ങി. ഞാനത് പിന്നെ പയ്യെ കമ്മീഷൻ ബേസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സെയിൽ നടക്കുന്നതിന് മാത്രം ഒരു കമ്മീഷൻ മതി എന്നുള്ള രീതിയിലായി. അപ്പൊ അവർക്കും ബുദ്ധിമുട്ടില്ല, എനിക്കും ബുദ്ധിമുട്ടില്ലാണ്ട് പോവാന്നുള്ള രീതിയിൽ അങ്ങനെ പോയി ഒരു പോയിന്റ് ഓഫ് ടൈം എത്തിയപ്പോ ഞാൻ പയ്യെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. കൂടുതൽ എന്ത് കൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് വരുന്നത്, എന്ത് സൈസ് കാറ്റഗറീസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ആൾക്കാർക്ക് വേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നാ പിന്നെ എന്തുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്തു നോക്കിക്കൂടാ, നമ്മുടേതായ പ്രൊഡക്ട്സ് ഇറക്കിക്കൂടാ എന്നുള്ളൊരു തോട്ട് വന്നു തുടങ്ങി. അപ്പോ എന്തുകൊണ്ട് സ്വന്തമായിട്ട് തുടങ്ങിക്കൂടാ എന്നുള്ള ചിന്ത കാര്യമായിട്ട് വന്നു. അപ്പോഴും എനിക്കുണ്ടായിരുന്ന ഒരു ഇഷ്യൂ ആണ് അതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതിനുള്ള ഒരു ഫണ്ടിന് എവിടെ നിന്നാണ്. പിന്നെ അൽഹംദുലില്ലാ ഉപ്പയും ഉമ്മയും അത്യാവശ്യം സപ്പോർട്ടീവ് ആയിട്ടുള്ളവരാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അവരുടെ സഹായത്താൽ തന്നെ കുറച്ച് ഫണ്ട് വെച്ചിട്ട് ആദ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങി നോക്കി. അതിന്റെ റെസ്പോൺസ് നന്നായി. അങ്ങനെ പോയി മനസ്സിലായി, ഓക്കെ, പ്ലസ് സൈസസ് ആണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഞാനും ഒരു പ്ലസ് സൈസ് ആയതുകൊണ്ട് ഞാൻ പയ്യെ എന്റേതായ വീഡിയോസ് ഇടാൻ തുടങ്ങി. അതായത് ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ തന്നെ ഇട്ട് കാണിച്ചു കൊടുത്തിട്ടും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ ട്രസ്റ്റായി. ഫസ്റ്റ് അതാണ്, അവർക്ക് ഈ ഒരു ബ്രാൻഡിനോടൊരു ട്രസ്റ്റായി, എന്നോടൊരു ട്രസ്റ്റായി, എന്റെ പ്രൊഡക്ട്സിനോടൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്നോടി, ഒരു വിശ്വാസം മൊത്തത്തിൽ വന്നു തുടങ്ങി. അപ്പോൾ അത് എനിക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റി. അതായത് എന്റെ ബ്രാൻഡിന്റെ ഫേസ് ഞാനായി തുടങ്ങിയപ്പോൾ തന്നെ എനിക്കത് ഈസിലി ബിൽഡ് ചെയ്ത് തുടങ്ങാൻ പറ്റി. അത് താങ്ക് യു സോ മച്ച്. എന്റെ കസ്റ്റമേഴ്സിനോടാണ് അതിന് ബിഗ് താങ്ക്സ് പറയാൻ എനിക്കുള്ളത്. അപ്പോ അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ മനസ്സിലായി ഞാൻ പ്ലസ് സൈസ് കാറ്റഗറി ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഞാൻ പയ്യെ പ്ലസ് സൈസിലേക്ക് മൊത്തത്തിൽ ഡൈവേർട്ട് ചെയ്തു. സ്മോൾ മീഡിയം എന്നുള്ളത് എന്റെ ഷോപ്പിൽ വന്നാൽ പോലും കയ്യിൽ എണ്ണാവുന്ന പീസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ മെജോറിറ്റി പ്ലസ് സൈസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് മാർക്കറ്റിൽ പൊതുവെ പുറത്തിറങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലസ് സൈസ് കിട്ടാൻ ഭയങ്കര ടാസ്ക് ആണ്. മാക്സിമം കൂടി ഇപ്പോൾ ഒരു XXL വരെ നമുക്ക് കിട്ടും. പക്ഷെ ഞാൻ ഇവിടെ ഒരു 5XL, 7XL, 8XL വരെയും ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോ പ്ലസ് സൈസ് ആണ് ഷോർട്ടേജ് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ ഒരു കാറ്റഗറി ചൂസ് ചെയ്തിട്ട് ആ ഒരു നീഷ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പോ അതിനുശേഷം ആ ഒരു മൾട്ടി ബ്രാൻഡിൽ ഉണ്ടായ ഒരുപാട് ബ്രാൻഡുകൾ എന്റെ കയ്യിൽ നിന്ന് പോയി. അവരൊക്കെ സെപ്പറേറ്റ് ആയി, നമ്മൾ വേറെ ആയി. ഇൻ എ വെരി ഗുഡ് ടേംസ് ആണ് കേട്ടോ, വേറെ ഇഷ്യൂസ് ഒന്നും ആയിട്ടല്ല, നീറ്റ്ലി തന്നെ. കാരണം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നമ്മ മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചിട്ട് നിർത്തി കൊണ്ടുപോയിട്ടും കാര്യമില്ല. അങ്ങനെ അവരവരുടേതായ വഴിയായി, ഞാൻ എന്റേതായ വഴിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ എന്റെ കൂടെ ഇപ്പോ ഉള്ള ആകെ ഒരു 4 ബ്രാൻഡ് എന്ന് തന്നെ പറയാം. ആദ്യമേ തൊട്ടുണ്ടായ ഷാബ്സ് ഹിജാബ്സ്, എമിനാർക്ക്, ഗ്ലാമബായ, ഇങ്ങനെ ഒരു 3 ബ്രാൻഡാണ് എന്റെ കൂടെ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പോ ഷാബ്സ് ആണെങ്കിൽ ഹിജാബ്സ് ആണ് അവർ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഹിജാബ്സ് എന്റെ സ്റ്റോറിൽ ചെയ്യാറില്ല. ഷാബ്സിന് തന്നെ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. എമിനാർക്കായാലും മോഡസ്റ്റി വെയർസ് ആണ് അവർ ചെയ്യുന്നത്. ഗ്ലാമബായയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ വീഡിയോസിൽ, നല്ല ഡിസൈനർ അബായാസ് ആണ് അഫോർഡബിൾ പ്രൈസിംഗിൽ അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 പേരാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഈ ജേർണിയിലുള്ളത്. അവരോടും എനിക്കൊരു ബിഗ് താങ്ക് യു ആണ് പറയാനുള്ളത്. എൻ്റെ ജേർണി ട്രസ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് അവരാണ്. ഇഷ്യൂസ് വന്നപ്പോഴും അവർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എന്നെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ ജേർണിയിൽ കൂടെ ആയിട്ടുള്ള 3 എടുത്ത് പറയേണ്ട 3 ബ്രാൻഡുകളാണ് ഇവർ 3 പേരും. അപ്പോ അങ്ങനെയാണ് ഞാൻ പയ്യെ കസ്റ്റമൈസേഷൻ, അതായത് ഓൾറെഡി ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ആ പ്രൊഡക്ഷൻ യൂണിറ്റ് ത്രൂ ഞാൻ കസ്റ്റമൈസേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. കുറച്ച് മോഡൽസിന്റെ റെഫറൻസ് പിക്ചേഴ്സ് ഇട്ട് തുടങ്ങി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പണ്ടൊക്കെ നമ്മൾ ഓരോ മാഗസീൻസിൽ വരുന്ന റെഫറൻസ് പിക്ചേഴ്സും അങ്ങനത്തെ ഓരോന്ന് വെച്ചിട്ടാണ് നമ്മൾ ഓരോ മോഡലൊക്കെ ചെയ്യുക.
അടുത്തുള്ള തയ്യല് നടത്തുന്നവരടുത്ത് പോയിട്ട് ഇന്ന ഡ്രസ്സിന് ഇവിടെ ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡ്രസ്സ് ചെയ്യല്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഗൂഗിൾ ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, പിൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടാത്ത ഒരുപാട് പുറം രാജ്യങ്ങളിലുള്ള ഒരുപാട് ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും. അടിപൊളി മോഡസ്റ്റി, നമ്മള് പ്ലസ് സൈസ് ആയിട്ടുള്ളവർക്കും മോഡസ്റ്റി ആയിട്ടുള്ളവർക്കും ഒക്കെ ഇടാൻ പറ്റുന്ന മോഡൽസ് കാണാൻ പറ്റും. അത് ഒരു റെഫറൻസ് പിക്ചർ ആയിട്ട് ഇട്ടിട്ടാണ് ഞാൻ കസ്റ്റമൈസേഷൻ സ്റ്റാർട്ട് ഓഫ് ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് റെഫറൻസ്, ഞാൻ കസ്റ്റമൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ് റെഫറൻസ് പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അതിന് സിമിലർ ആയിട്ടുള്ള ഫാബ്രിക്കിൽ ഞാൻ കാര്യങ്ങൾ ക്യൂറേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് ചെയ്ത് ഞാൻ തന്നെ വെയർ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ പോലെ ഒരു തടിയുള്ള ഒരു കുട്ടി, അപ്പൊ ഞാനും ഇട്ടാൽ ഏകദേശം ഇതേപോലെ ആയിരിക്കും എന്ന് അവർക്ക് റിലേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് കസ്റ്റമൈസേഷൻ നല്ല സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെ നിന്നാണ് ഒരു ചേഞ്ചിങ് പോയിന്റ് എന്നൊക്കെ പറയണ പോലെ നമുക്ക് പറയാം. ഫ്രം 0 to something എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോ അത് എന്താ പറയാ, ക്വിക്ക് ആയിരുന്നോ എന്ന് ചോദിച്ചോ, ഒരു തരത്തിലായിരുന്നു. കാരണം ഞാൻ അങ്ങോട്ട് ഇറങ്ങി, അതായത് ഒരു മടി കൂടാണ്ട് ചമ്മലൊന്നും ഇല്ലാണ്ട് വീഡിയോ ഇടാ, അതിനിപ്പോ എന്താ എന്നുള്ള മറ്റ് ചിന്തിച്ച് ചെയ്തു തുടങ്ങിയപ്പോ തിങ്സ് വർ ഈസിയർ ഫോർ മീ. ഞാൻ പക്ഷെ ബിഹൈൻഡ് നിന്നപ്പോ കസ്റ്റമേഴ്സിന് അറിയില്ല വാട്ട് ഇസ് ദിസ് ഷോപ്പ്, എന്താണ് ഈ ഷോപ്പ്, അല്ലെങ്കിൽ ഈ ഷോപ്പ് ആരുടെയാണ്, ഈ ഷോപ്പ് എന്താണ് കൊടുക്കുന്നതെന്നൊന്നും കസ്റ്റമേഴ്സിന് അറിയില്ല. സോ ഒബ്വിയസ്ലി അവർക്ക് എന്താ വാങ്ങേണ്ടത്, വിശ്വസിക്കാൻ പറ്റുന്നതാണോ ഒന്നും അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ ശരിയായി വന്നു. അപ്പോ ഇപ്പോ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതൊരു മൾട്ടി ബ്രാൻഡ് സ്റ്റോർ അല്ല, പക്ഷെ എന്റെ കൂടെ ഓൾറെഡി ഉണ്ടായ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകളെ മാത്രമേ ഞാൻ കൂടെ നിർത്തിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ഇത്. അപ്പോ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. അബായാസ് ഉണ്ട്, ഹിജാബ്സ് ഉണ്ട്, ദുബായ് നൈറ്റീസ് ഉണ്ട്, ഗൗണുകൾ ഉണ്ട്, കോട്ട് സെറ്റ്സ് ഉണ്ട്, ഷർട്ട് ഉണ്ട്, കുർത്ത ഉണ്ട്, സൽവാർ ഉണ്ട്, എല്ലാവിധ ഐറ്റംസ് ഉണ്ട്. ഫുട് വെയർസ് അടക്കം നമ്മുടെ കയ്യില്. സോ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഒന്ന് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും അത്യാവശ്യത്തിന്. സോ അങ്ങനെ ഒരു കോൺസെപ്റ്റിനാണ് ഇപ്പൊ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിലാണ് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോണത്. ഇതുവരെ എനിക്ക് ആ ഒരു രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് കസ്റ്റമേഴ്സിന്. ഇനിയും അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോ ഒരുപാട് ടൈം എടുത്ത് പർച്ചേസിങ്ങിന് പോയി ഓരോ ഷോപ്പുകൾ കയറി ഇറങ്ങി ഹാൻഡ് പിക്ക് ചെയ്തിട്ടാണ് ഞാൻ ഓരോ ഐറ്റംസും ഇവിടെ കൊണ്ടുവന്ന് കസ്റ്റമേഴ്സിനെ കാണിക്കുന്നത്. കാരണം പ്ലസ് സൈസ് ആയതുകൊണ്ട് നമുക്കൊരു ഷോപ്പിൽ പോയാൽ വേഗം എളുപ്പത്തിൽ ഒരു സാധനവും കിട്ടൂല. നമ്മൾ അത് ഫിൽറ്റർ ചെയ്ത് തന്നെ എടുക്കണം. സോ അങ്ങനെ ഫിൽറ്റർ ചെയ്ത് ദ ബെസ്റ്റ് കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോ എല്ലാ ബ്ലെസ്സിങ്സും കൊണ്ടും നല്ല രീതിയിൽ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സക്സസ് ആണ് എന്ന് എന്നെ തോന്നിപ്പിക്കുന്നത് എന്റെ കസ്റ്റമേഴ്സ് തന്നെയാണ്. എടുത്ത് പറയാതിരിക്കാൻ വയ്യത്. കസ്റ്റമേഴ്സ് ഭയങ്കര ജെനുവിൻ ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള കസ്റ്റമർ ബേസ് ആണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അവരോടും എനിക്ക് വളരെയധികം താങ്ക്ഫുൾ ആണ് ഞാൻ. അവര് പറയുന്ന ഓരോ കമന്റ്സും, അല്ലെങ്കിൽ അവര് എന്നെ അടുത്തറിയുന്ന ഒരു വ്യക്തിനെ പോലെ തന്നെയാണ് അവർ എനിക്ക് ഓരോ സജഷൻസും പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്ട്സ് കൊണ്ടുവരാൻ നോക്കിത്താ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഷോപ്പ് ഇടുത്താ, ഇതാണ് മെയിൻ. അപ്പോ അതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന കുറച്ച് സ്ഥലങ്ങളിലാണ് കണ്ണൂര്, തലശ്ശേരി, പിന്നെ തിരുവനന്തപുരം, ആലപ്പുഴ. ഈ 4 സ്ഥലങ്ങളും മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. എറണാകുളം, അതായത് കൊച്ചിയും പറയാറുണ്ട്. അതിപ്പോ ഓൾറെഡി കൊച്ചിയിലൊരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. നമ്മളൊരു പോപ്പപ്പ് സ്റ്റോർ പോലെയാണ് ചെയ്തേക്കുന്നത്. വഴിയെ ഇനി വലുതാക്കണം എന്നുണ്ട്. എല്ലാം ചടപടയായി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് വളരെ ചുരുങ്ങിയ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ. അപ്പോ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോ ഇനിയിപ്പോ നമ്മള് പാർട്ടി വെയറിലേക്കും സ്റ്റാർട്ട് ഓഫ് ചെയ്യാണ്. അതായത് ഡിസൈനർ വെയർസ് കസ്റ്റമേഴ്സിന് വേണ്ട പോലെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് പാർട്ടി വെയർ കളക്ഷൻസ് നമ്മളിപ്പോ സ്റ്റാർട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് എന്താ പറയാ, കൈനാത്ത് ത്രൂ നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണെന്ന്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കൈനാത്ത് ത്രൂ എങ്ങനെയാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 രീതിയിലാണ് ഉള്ളത്. 1 is ത്രൂ ഫ്രാഞ്ചൈസി, അതായത് നമ്മുടെ കൈനാത്ത് ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷനിൽ, അതായത് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. വളരെ മിനിമൽ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് കൈനാത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റ്. എൻ്റെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ കൈനാത്തിൻ്റെ സൈഡിൽ നിന്ന് എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവുന്നതാണ്. ഓൺലൈൻ സെയിൽസിന് നമ്മൾ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നതാണ്. സോ ഫുൾ ടൈം സെയിൽസ് സപ്പോർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നതാണ്.
ഫ്രാഞ്ചൈസിന്റെ ഓപ്ഷൻ അതാണ് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങളുടെ പേരിൽ തന്നെ ഒരു സ്ഥാപനം റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഫ്രാഞ്ചൈസി പറയുന്നത്. അപ്പോൾ ഏകദേശം വിത്തിൻ 10 lakhs നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഔട്ട്ലെറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ഇൻക്ലൂഡിങ് ദി സ്റ്റോക്സ്. അപ്പോൾ 10 ലക്ഷത്തിനുള്ളിൽ, 10 ലക്ഷത്തിൽ താഴെ തന്നെ വേണം പറയാനായിട്ട്, 10 ലക്ഷത്തിൽ താഴെ തന്നെ നിങ്ങൾക്കൊരു ഔട്ട്ലെറ്റ് കൈനാത്തിന്റെ ബാനറിൽ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതായത് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കൈനാത്ത് എന്ന ബ്രാൻഡിലേക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇറ്റ് ക്യാൻ ബി ഈവൻ 2 lakhs 3 lakhs എനിത്തിങ്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ആ ഒരു എമൗണ്ടിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഓപ്ഷൻ വന്നത്, ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതായത് നിങ്ങൾക്ക് ഒരു സ്ഥാപനം മുന്നോട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള ടൈമും കാര്യങ്ങളും ഇല്ല, പക്ഷെ യു ഗൈസ് വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് കൈനാത്ത് എങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അത്. ലൈക്ക് ഓൾറെഡി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കൈനാത്തിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റും കിട്ടുന്നതാണ്. അതാണ് ഒരു സെക്കൻഡ് ഓപ്ഷൻ വന്നത്. ആൻഡ് തേർഡ് ഓപ്ഷൻ വന്നതാണ് ഒരു റീസെല്ലിംഗ് ഓപ്ഷൻ. അതായത് കൈനാത്തിലെ സെലക്ടഡ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് റീസെൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്, ആൻഡ് ഹോൾസെയിൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇൻ കേസ് നിങ്ങൾ ഒരു സ്റ്റോർ റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൈനാത്തിലെ പ്രൊഡക്ട്സ് ആവശ്യമുണ്ടെങ്കിൽ വെരി സെലക്ടഡ് പ്രൊഡക്ട്സ് ഒൺലി വി ആർ ഗിവിംഗ് ഫോർ ഹോൾസെയിൽ. അപ്പോൾ ഇപ്പൊ ഞാൻ ഈ ബാക്കിൽ കാണുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്, വിസിബിൾ ആണോന്ന് അറിയില്ല. ബാക്കിൽ കാണുന്ന കുറച്ച് പ്രൊഡക്ട്സ്, ഇതൊക്കെ നമ്മൾ ഹോൾസെയിലിന് കൊടുക്കുന്ന പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ വെരി സെലക്ടഡ് പ്രൊഡക്ട്സ് മാത്രമാണ് നമ്മൾ ഹോൾസെയിലിന് കൊടുക്കുന്നത്. അപ്പോൾ ഹോൾസെയിൽ പർച്ചേസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ആൻഡ് അതേപോലെയാണ് റീസെല്ലിംഗ് വരുന്നത്. അതായത് നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു ഹൗസ് വൈഫ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡന്റ് ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി ആവട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു റീസെല്ലിംഗ് തുടങ്ങണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ചെറിയ പേരിൽ ഒരു ബ്രാൻഡ് തുടങ്ങണം, വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ഓപ്ഷൻ ആണ് റീസെല്ലിംഗ്. കൈനാത്തിന്റെ ബാനറിൽ വരുന്ന സെലക്ടഡ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് റീസെൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മാർജിൻ ഇട്ടിട്ട് സെൽ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ത്രൂ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇൻസ്റ്റഗ്രാം ത്രൂ നിങ്ങൾക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഈ 3 ഓപ്ഷൻസും എൻക്വയറീസും ഇഷ്ടംപോലെ നമുക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ട്, അതായത് കൈനാത്ത് ഇസ് എ ബേബി ഫോർ മീ, അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കി നടത്തും എന്നുള്ളൊരു വിശ്വസ്തത എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആൻഡ് എപ്പോഴും എൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഗൈഡൻസും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ എൻ്റെ ഷോപ്പ് എന്ന പോലെ ഇപ്പൊ നിങ്ങൾ ഫ്രാഞ്ചൈസി, ചിലരുടെ കൺസേൺ ഉണ്ട് ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കലുണ്ടാവില്ല. ഒരിക്കലില്ല. നിങ്ങൾ ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെയിൽസിനും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇഫ് കാലിക്കറ്റ് ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി എൻ്റെ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റിൽ ഓർഡർ പാസ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. സോ ആ രീതിയിലും നിങ്ങൾക്ക് സെയിൽസ് കിട്ടുന്നതായിരിക്കും. ആൻഡ് കൈനാത്ത് ബേസിന്റെ കസ്റ്റമേഴ്സും ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരുന്നതായിരിക്കും. സോ ഈ 3 ഓപ്ഷൻസ് ആണ് കൈനാത്ത് ത്രൂ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. സോ ദ ഫസ്റ്റ് വൺ വാസ് ഫ്രാഞ്ചൈസി, ദ സെക്കൻഡ് വൺ വാസ് ഇൻവെസ്റ്റ്മെന്റ്, ആൻഡ് ദ തേർഡ് വൺ ഇസ് ഹോൾസെയിൽ ആൻഡ് റീസെല്ലിംഗ്. ഈ 3 ഓപ്ഷൻസ് ത്രൂ നിങ്ങൾക്ക് കൈനാത്തിന്റെ ഭാഗമാവാൻ പറ്റുന്നതാണ്. ആൻഡ് ഇത്തവണ ഞാൻ കൈനാത്തിന്റെ ഭാഗമാവാൻ പറയുമ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. മുന്നേ 1 year ബാക്ക് വെൻ ഐ വാസ് ഇൻവൈറ്റിംഗ് ഓൾ ദ ബ്രാൻഡ്സ് ടു ദിസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ, ഐ വാസ് നത്തിങ്. ലൈക്ക് എന്നെ ഒരാൾക്ക് പോലും അറിയില്ല എന്ന് തന്നെ പറയാം. ഐ വാസ് നത്തിങ്. എറണാകുളത്തുനിന്ന് വന്ന് കാലിക്കറ്റ് ഷോപ്പ് തുടങ്ങാൻ പോകുന്ന ഒരു കുട്ടി എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് ഡൗട്ട്സും എന്താ പറയാ ക്വസ്റ്റ്യൻസോടെ തന്നെയാണ് ഈ ബ്രാൻഡ്സ് എൻ്റെ കൂടെ വന്നത്. പക്ഷെ പല സമയങ്ങളിൽ എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാണ്ടായിട്ട് മുന്നോട്ട് പോവാണ്ടായിട്ടാണ് ഞാൻ എന്റേതായ ഒരു രീതിയിൽ ഇത് തുടങ്ങിയത്. ആൻഡ് ഇറ്റ് ഇസ് ഗോയിങ് വെരി വെൽ ബിക്കോസ് ഓൾ യുവർ സപ്പോർട്ട് കാരണമാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദിസ് ടൈം ഞാൻ നിങ്ങളെല്ലാവരെയും കൈനാത്തിന്റെ ഭാഗമാവാൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഐ ആം കോളിംഗ് ഇറ്റ് ഔട്ട് വിത്ത് ഫുൾ കോൺഫിഡൻസ് ആണ് ഞാൻ വിളിക്കുന്നത്. ആൻഡ് അത് ഒരിക്കലും ഒരു എന്താ പറയാ റോങ് ഡിസിഷനോ മിസ്റ്റേക്കോ ആവില്ല. ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് ജേർണി ഫോർ യു ഗൈസ്. അപ്പോൾ യെസ്, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ. സോ ഈ ഒരു ചെറിയൊരു ജേർണി നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായി. ആൻഡ് താങ്ക് യു ഫോർ മേക്കിംഗ് മീ വാട്ട് ഐ ആം നൗ. എവിടെ ആയിട്ടില്ല എന്ന് എനിക്കറിയാം, ഇനിയും ആവാനുണ്ട്. പക്ഷെ ഇപ്പോ ഈ ഒരു ചെറിയ ഒരു രീതിയിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്കൊരു വലിയ സപ്പോർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്.
ആ ഒരു സപ്പോർട്ടിൽ ഞാൻ ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാനാണ് താല്പര്യപ്പെടുന്നതും. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എനിക്ക് ബെസ്റ്റ് സർവീസും ബെസ്റ്റ് പ്രൊഡക്ട്സും എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അതിന്റെ ഭാഗമാവാനായിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും എൻക്വയറീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കണം. ഇൻസ്റ്റാഗ്രാം ത്രൂ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്, അത് ത്രൂ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ത് ഡൗട്ട്സും ക്വയറീസ് ഉണ്ടെങ്കിലും ഫീൽ ഫ്രീ ടു ആസ്ക് ആൻഡ് ഐ എം ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട്. അപ്പോ യെസ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി ലവ് ആൻഡ് സപ്പോർട്ട്. ഞാൻ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ ബൈ.